പോസ്റ്റ് ഓഫീസ് ചാർജ് കൂട്ടി, പോസ്റ്റ് ഓഫീസ് ചാർജ് കൂട്ടി, പോസ്റ്റ് ഓഫീസ് ചാർജ് കൂട്ടി. ഇൻസ്റ്റഗ്രാം തുറന്നു കഴിഞ്ഞാൽ ഇത് മാത്രമാണ് ഫീഡിൽ വന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊന്ന് ഷോക്കായിട്ടോ, പക്ഷെ പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോസ് വരാൻ തുടങ്ങി. ശരിക്കും പോസ്റ്റ് ഓഫീസിൽ ചാർജ് കൂട്ടിയിട്ടുണ്ടോ? അത് നമ്മളെപ്പോലുള്ള സ്മോൾ ബിസിനസ് ഓണേഴ്സിന് ശരിക്കും ദോഷകരമായിട്ടാണോ വന്നിട്ടുള്ളത്? ഈ വീഡിയോ നിങ്ങൾക്കുള്ള സഹായമാണ് കേട്ടോ. അപ്പോൾ മറ്റുള്ള വീഡിയോസിലെല്ലാം കാണിച്ചിട്ടുള്ളത് പോലെ ഇത് ഫുള്ളായിട്ട് നമുക്കുള്ളൊരു ഉപദ്രവമല്ല. ആക്ച്വലി നമുക്കിത് ഹെൽപ്ഫുൾ ആയിട്ടാണ് മാറിയിരിക്കുന്നത്. നിങ്ങൾ ഇതിന് പല വീഡിയോസിലും കണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ താഴെയുള്ള കമന്റ് സെക്ഷനിലെല്ലാം ആളുകൾ ഇതിനെപ്പറ്റി പറയുന്ന നെഗറ്റീവ്സ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നി, ഓക്കെ പോസ്റ്റ് ഓഫീസിൽ പോയി നേരിട്ടൊന്ന് അന്വേഷിച്ച് നോക്കാം. ഞാൻ ഇന്ന് പോസ്റ്റ് ഓഫീസിൽ പോയി ഡയറക്റ്റ് കൗണ്ടറിൽ പോയി ചോദിച്ചു. അപ്പോൾ അവർ പോസ്റ്റ് മാസ്റ്റർ കണ്ട് സംസാരിക്കാൻ പറഞ്ഞു. അവിടെ പോയി സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഡീറ്റെയിൽസ് ഇത് ശരിക്കും നമ്മളെ പോലുള്ള സ്മോൾ ബിസിനസ് ഓണേഴ്സിന് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ആക്ച്വലി റേറ്റ് കൂടുതലല്ല ചെയ്തേക്കണേ, പഴയതിനേക്കാളും കുറഞ്ഞ റേറ്റിലേക്കാണ് ഇത് പോയിരിക്കുന്നത്. എല്ലാവരും പറയുന്നത് ചാർജ് കൂട്ടി എന്ന് മാത്രം. ചാർജസ് കൂട്ടിയിട്ടുള്ളത് റീറ്റെയിലായിട്ട് അയക്കുന്ന കസ്റ്റമേഴ്സിന് മാത്രമാണ്. ഇതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, പോസ്റ്റ് ഓഫീസിൽ ചെല്ലുക, അവരോട് സംസാരിക്കുക. അവർ നമുക്കൊരു ഫോം തരും. ആ ഫോമിൻ്റെ കൂടെ നമ്മുടെ ഡീറ്റെയിൽസ് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളുടെ ആധാർ കാർഡിൻ്റെ കോപ്പി, പാൻ കാർഡിൻ്റെ കോപ്പി, ഇനി നിങ്ങൾക്ക് COD ക്യാഷ് ഓൺ ഡെലിവറി ആഡ് ചെയ്യണം എന്നുള്ള ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പിയും കൂടി അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. 3 to 4 ഡേയ്സിൻ്റെ ഉള്ളിൽ നമുക്കൊരു കസ്റ്റമർ ID അവർ ക്രിയേറ്റ് ചെയ്ത് തരും. ആ കസ്റ്റമർ ID വെച്ചിട്ടാണ് നമ്മൾക്ക് പിന്നീട് കൊറിയറുകൾ അയക്കേണ്ടത്. ഈ കസ്റ്റമർ ID കിട്ടിക്കഴിഞ്ഞാലുള്ള ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വാലറ്റ് അവർ ഓപ്പൺ ചെയ്ത് തരും. ആ വാലറ്റിൽ നിന്ന് തന്നെ നമുക്ക് റീചാർജ് ചെയ്ത് നമുക്ക് പേയ്മെൻറ്റുകൾ ചെയ്യാവുന്നതാണ്. ഇതിന് 2 വർഷം വരെ വാലിഡിറ്റി ഉള്ള സർവീസാണിത്. 2 വർഷത്തിന് ശേഷം നമുക്ക് ഈ കോൺട്രാക്ട് പുതുക്കാവുന്നതേ ഉള്ളൂ. അതേപോലെ ക്യൂ നിൽക്കേണ്ടതോ ടോക്കൺ എടുത്ത് കാത്തു നിൽക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ചില്ലറ കണക്കാക്കി നമ്മൾ പാഴ്സൽ അയക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. കറക്റ്റായിട്ട് നമ്മൾ പാഴ്സൽ ഓഫീസിൽ ചെല്ലുക. നമ്മൾ കൊണ്ടുവയ്ക്കുന്ന പാഴ്സലിൽ അവർ തരുന്ന കസ്റ്റമർ ID സ്റ്റിക്ക് ചെയ്യുകയോ എഴുതുകയോ ചെയ്തിട്ട് അവരെ കൊടുത്താൽ മാത്രം മതി. മറ്റ് തിരക്കുകളോ കാര്യങ്ങളോ ഒന്നിലും പെടാതെ തന്നെ നമുക്ക് നമ്മുടെ പാഴ്സൽസ് സേഫായിട്ട് കസ്റ്റമറുടെ കയ്യിൽ എത്തിക്കാൻ പറ്റും. ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ ഇനി മുതൽ വർക്കാവുന്നുള്ളതാണ്. അപ്പോൾ ഇനി മുതൽ എന്ത് കാര്യം അറിയുമ്പോഴും അതിൻ്റെ വൺ ലൈൻ മാത്രം കേട്ട് നെഗറ്റീവ് പറയാതെ പറ്റുമെങ്കിൽ ഒന്ന് പോയി അന്വേഷിച്ചതിന് ശേഷം അത് വിശ്വസിക്കുക. ഈ ഒരു വീഡിയോ എൻ്റെ പോലെയുള്ള പല സ്മോൾ ബിസിനസ് ഓണേഴ്സിനും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഇനിയും വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ പോവുക. അവിടെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ ഒരു ഫോമും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തരും. അതിൽ സൈൻ ചെയ്യുക, ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. നിങ്ങൾക്കറിയാവുന്ന മറ്റ് സ്മോൾ ബിസിനസ് ഓണേഴ്സ് ആരൊക്കെയാണെന്ന് ടാഗ് ചെയ്യുക. അവർക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗൈസ്. ബൈ.